നാടറിഞ്ഞ് നാട്ടാരെ എറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര വയനാടൻ ചുരം കയറുകയാണ്. കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യത്താൽ ശ്രദ്ധേയമാവുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഗോത്ര സംസ്കാരത്തിന്റെയും കർഷക കുടിയേറ്റത്തിന്റെയും നാടായ വയനാടിന്റെ കാഴ്ചകൾ തേടുകയാണ് ഇലക്ഷൻ യാത്ര. വയനാട് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്. അതിലൊന്നാണ് അനിയന്ത്രിതമായ ഖനനം. കൊളകപ്പാറയിൽ നിന്നും അമ്പലവയലിലേക്ക് പോകുമ്പോൾ കാണാം ഈ വിധമുള്ള കാഴ്ചകൾ. ചുരം കയറിയെത്തുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ്. സദാസമയം കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന താഴ്വാരങ്ങളുള്ള വ്യൂ പോയിന്റ്. മലപ്പുറം ജില്ലയിലെ ഏറനാടും വണ്ടൂരും നിലമ്പൂരും, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഈ നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. വൈത്തിരി താലൂക്കിലെ പൊഴുതിന എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളുള്ളത്. തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമമാണ് പൊഴുതിന. പൊഴുതിനയ്ക്ക് രാഷ്ട്രീയം പറയാനുണ്ടാവും. കർഷകരുടെ കാര്യങ്ങൾ തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കർഷകരുടെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആവണമെന്ന് തന്നെയാണ് ഇവിടുത്തെ വയനാട്ടിലെ വോട്ടർമാരുടെ അഭിപ്രായവും ആഗ്രഹവും. വയനാട്ടിലെ കാർഷിക മേഖല ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറണം. കർഷകരുടെ ജീവിത സുരക്ഷത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ഒരു ഗുണം വയനാടിനുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ രാഹുൽ വന്നതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഗുണമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ അതിന് വിപരീതമാണ്. ലീഗിനെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു വിമർശനം യോഗി ആദിത്യനാഥൊക്കെ പറഞ്ഞു. മുസ്ലിം ലീഗ് ഭയങ്കര ഭീകരന്മാരാണെന്നുള്ളത്. അയാൾക്ക് വിവരമില്ലാത്തതിന് ഇപ്പം എന്ത് ചെയ്യാനാ? അയാൾക്ക് വിവരം വേണ്ടേ? അയാൾ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് വിവരം വേണ്ടേ? അയാൾ ഓരോരുത്തർ പറയുന്നത് കേട്ട് ഇങ്ങനെ പറയാന്നല്ലാണ്ട് അയാൾ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വായിക്കണ്ടേ? ലോകരാഷ്ട്രം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? വെറുതെ ഒരു പച്ചക്കൊടിയാണ്. പിന്നെ അതൊക്കെ പച്ചല്ലേ? അവൻ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് എത്ര മരങ്ങൾ പച്ചുണ്ട് അന്ന് അത് അയാൾ ചിന്തിക്കണില്ലല്ലോ. ഒരു കൊടി മാത്രം പച്ചയെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പാടുണ്ട്. എത്ര ആൾക്കാർ ഡ്രസ്സ് പച്ചിട്ട് നടക്കുന്നുണ്ട്. അവരൊക്കെ പാകിസ്ഥാനികളാ, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിംസ് ആയാലും ഒക്കെ പച്ചിട്ട് എടുക്കണില്ലേ? എന്താ അപ്പം അയാൾക്ക് തീരെ വിവരമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. മൂപ്പര പേര് പ്രവാരൻ, എൻ്റെ പേര് ഷറഫുദ്ദീൻ. ഞങ്ങളിപ്പോൾ വന്ന് ഇവിടെ സംസാരിക്കണം എത്ര സൗഹൃദമായിട്ടാ അല്ലേ? നിങ്ങളെ പേരെന്താ? ഞാൻ സുർജിത്ത് അല്ലേ? നിങ്ങളിപ്പോൾ നമ്മളോട് സംസാരിക്കണം. നിങ്ങളൊരു വർഗീയതയായിട്ടാണ് നമ്മൾ സംസാരിക്കണം അല്ലല്ലോ. നമ്മളൊക്കെ നിങ്ങളെ കഴിയുമ്പോൾ മുറിയായിട്ടുണ്ടെങ്കിൽ ചോര ചോപ്പ, എൻ്റെ മേത്തും ചോര, ഞങ്ങളെ പച്ച അല്ലെ കാപ്പി കളറൊന്നും വരുന്നില്ലല്ലോ. ഒക്കെ മനുഷ്യന്മാരല്ലേ? അത്ര ചിന്തിച്ചാൽ പോരാ അയാൾക്ക്. ശരിയല്ല, ഒരിക്കലും അല്ല. കാരണം മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുക. ഈ രണ്ട് ഭരണം, കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. കൊലപാതകങ്ങൾ വേറെ, GST വേറെ, അങ്ങനെ ഈ രണ്ട് ഭരണം ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതിന് യാതൊരു സംശയവുമില്ല. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ നിന്നിവിടെ ജയിക്കുന്നു, യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല ആ കാര്യത്തിൽ.
സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൽ വയനാടിനെ അടയാളപ്പെടുത്തുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത പേരാണ് വീര പഴശ്ശിരാജയുടെ. നമ്മൾ തിരുനെല്ലിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇവിടെ ഇപ്പോൾ തെറ്റ് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. തെറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ വി ഷേപ്പിലുള്ള ഒരു റോഡാണ്. അത് പെട്ടെന്ന് ആർക്കും തെറ്റിപ്പോകും. ഒന്ന് തോൽപ്പെട്ടിയിലേക്കും മറ്റൊന്ന് തിരുനെല്ലിയിലേക്കും പോകുന്ന പാതയാണ്. പല യാത്രക്കാർക്കും പലപ്പോഴും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ തെറ്റ് റോഡിൽ ഒരു കടയുണ്ട്, കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കട. ആ ഉണ്ണിയപ്പം ഒന്ന് രുചിക്കാം, ഒപ്പം തന്നെ അവരോട് വിശേഷങ്ങളും ചോദിക്കാം. കുറെ കേട്ടിട്ടുണ്ട് ഉണ്ണിയപ്പക്കടയെ കുറിച്ച്. അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അതെ അതെ. എത്ര കാലമായി? ഇത് 15 വർഷത്തോളമായി കട. ഇതിനുശേഷം ഞാനും അനുജനുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങനെ നടന്നതാണ് എല്ലാം. എന്താ ഇതിന്റെ ഒരു റെസിപ്പീസിന്റെ പ്രത്യേകതയാണ് എടുക്കല്. പിന്നെ ഇവിടെ നിന്ന് ഇടിച്ചെടുക്കലാണ്, കാരണം മായം ചേർക്കല്ല, വെളിച്ചെണ്ണയാണ്. ഏലക്ക ചേർക്കും, ജീരകം ചേർക്കും, നെയ്യ് ചേർക്കും, പഴം നല്ലോണം ചേർക്കും, അങ്ങനെ ഉണ്ടാക്കല്. വെളിച്ചെണ്ണയിലാണ്, ഓട്ട് ഉരുളിയാണ് ഉണ്ടാക്കല്, തീൻ്റെ അടുപ്പാണ്. ഈ തിരുനെല്ലി പോകുന്ന ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അതെ അതെ. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന പ്രത്യേകത ഉണ്ട്. എന്താ രാഷ്ട്രീയ നിലപാടൊക്കെ എന്താ? രാഷ്ട്രീയ നമ്മൾ ഉറച്ച ഇടത് വർഷക്കാരാണ്, പക്ഷേ രാഹുൽ ഗാന്ധി ജയിക്കും എന്തായാലും. അങ്ങനെയാണല്ലേ അത് പറയുന്നത്. കാരണം ഞാൻ എന്തായാലും രാഹുൽ ഗാന്ധി അവരെ മണ്ഡലമാണ്. പിന്നെ പുതിയ വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകളൊക്കെ ഉണ്ടാവാൻ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി എന്നുള്ളതിൽ പോകും. സന്തോഷം പരിചയപ്പെട്ടേര്. ആയിക്കോട്ടെ. ഉണ്ണിയപ്പം ഫുൾ എടുത്തോളി. ഉണ്ണിയപ്പം കഴിക്കാൻ ഇറങ്ങിയതാണോ? ഇല്ല ഞങ്ങൾ കർണാടകത്തിൽ പണിക്കായിട്ട് പോവാണ്. ഉണ്ണിയപ്പം പിന്നെ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ് ഭക്ഷണം കഴിക്കാൻ. ഇവിടുന്ന് പോകാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാണ് വയനാട്ടുകാരുടെ ചിന്ത? വയനാട്ടുകാരുടെ ചിന്ത, രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വയനാടിൻ്റെ ഒരു നല്ലൊരു വികസനത്തിന് വിജയം അനിവാര്യമായിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തി എന്നല്ല രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ UDF ഇവിടെ വിജയിപ്പിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ഭൂരിപക്ഷം കൊടുത്ത് തന്നെ രാഹുൽ ഗാന്ധിനെ വിജയിപ്പിക്കും. ഉണ്ണിയപ്പം കഴിച്ചു, ഇവിടുന്ന് മടങ്ങാണ്. ഇലക്ഷൻ ചൂടിനിടെ, പൊള്ളുന്ന വയനാടൻ ചൂടിനിടെ നല്ല നനുത്ത മഴയുമായാണ് നമ്മുടെ തിരുനെല്ലിയിലേക്കുള്ള വരവ്. പിതൃമോക്ഷ പൂജകളുടെ കേന്ദ്രമാണ് തിരുനെല്ലി. തിരുനെല്ലിയിൽ നിരവധി മഹാരഥന്മാരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരാളാണ് രാജീവ് ഗാന്ധി. 1991 മെയ് 30-നാണ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം തിരുനെല്ലി ഏറ്റുവാങ്ങിയത്. അന്ന് കെ കരുണാകരനായിരുന്നു ചിതാഭസ്മം പാപനാശിനിയിൽ നിമജ്ജനം ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ രാഹുൽ ഗാന്ധി വർഷങ്ങൾക്കിപ്പുറം വയനാട്ടിൽ മത്സരിക്കുന്നു എന്നത് വലിയ പ്രത്യേകത തന്നെയാണ്. മഴ മാറിയിരിക്കുന്നു. തിരുനെല്ലിയിൽ നിന്ന് മടങ്ങുകയാണ് വയനാടിന്റെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നമ്മൾ ബത്തേരിക്കുള്ള യാത്രക്കിടയിലായിരുന്നു. ഇവിടെ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നടക്കുകയാണ്. 10 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ BJPയുടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലുമില്ല. അവിടെ 5 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്, 5ഉം BJPയാണ്. ഒപ്പം നടക്കാൻ ഒരു കോൺഗ്രസുകാരെ പോലും കൂട്ടിനിൽക്കാനില്ലാത്ത സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ടാണ് അവിടെ BJP വളർത്തി ഈ രാഹുൽ ഗാന്ധി ഇവിടേക്ക് ഓടി വരേണ്ടി വന്നത്? അമേഠിയിൽ നിന്ന് വയനാട്ടിലെത്തുന്നതിന് മുമ്പ് ഒട്ടേറെ മണ്ഡലങ്ങളുണ്ടല്ലോ, എവിടെയും ആ ഹെലികോപ്റ്റർ ഇറങ്ങിയില്ലല്ലോ. ആ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പാകത്തിലുള്ള ഒരു മണ്ഡലവും ഇന്ത്യ രാജ്യത്ത് നോക്കിയിട്ട് കാണാനില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് ഞാൻ ദക്ഷിണേന്ത്യയിൽ കൂടി പോയി BJPയെ വെല്ലുവിളിക്കുമെന്നാണ് അവിടെ പോയി പ്രസംഗിക്കുന്നത്. ഇവിടെ കൽപ്പറ്റയിൽ ചോദിച്ചപ്പോ ഇടതുപക്ഷത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. അവരെക്കുറിച്ച് നോ കമന്റ്സ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് ഒരുപാട് കാര്യം പറയാനുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ട്. വോട്ടർമാരെന്ന് പറഞ്ഞാൽ നല്ല ചിന്താശക്തിയുള്ളവരുണ്ട്. അവരവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വോട്ട് ചെയ്യും. ഇവിടെ ഈ രാഹുൽ ഗാന്ധി വന്നതിന്റെ ഒരു ആശങ്ക ഇടതുപക്ഷത്തിനുണ്ടോ? ഒറ്റയ്ക്ക് 400 ചില്ലാനും സീറ്റുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് വന്ന് 44ആയി. ഇപ്പോൾ ഒരു ദേശീയ തലത്തിലൊരു സഖ്യം ഉണ്ടാക്കി BJP അധികാരത്തിൽ നിന്ന് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരുടെ കൂടെ
നിൽക്കേണ്ടതിന് ഈ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ തമ്മിത്തല്ലിന് പരിഹാരമെന്ന നിലയിൽ അങ്ങേരെ കൊണ്ടിവിടെ നിർത്തി. അത് ശാശ്വതമാണെന്ന് അവർ ചിന്തിച്ചാൽ മതി. പാവപ്പെട്ടവരെയൊക്കെ ഇവിടുത്തെ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ UDF ജയിച്ചു പോകുന്നത്. അല്ലാതെ ഇവിടെ എല്ലാം ദരിദ്രവാസികളാണ് വയനാട്ടിലെ. അവർ ഇടതുപക്ഷക്കാരാവണ്ടേ. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരും ഇവിടെ ജയിച്ചു പോകുന്നത്? എന്നുവെച്ചാൽ ഇവിടുത്തെ മുതലാളിത്ത വ്യവസ്ഥയെ അവർ വോട്ട് വിലയ്ക്ക് പെടുത്തും. ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ വോട്ട് മേടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആദിവാസി പാടികളിലൊക്കെ പോയിട്ട് ആദിവാസികൾക്ക് മദ്യം കൊടുത്തും നോട്ട് കൊടുത്തും ഒക്കെയാണ്. ആര് ചോദിച്ചാലും മുന്നേ നമുക്കൊന്നും കിട്ടിയ എന്തിനോ ഞാൻ ഈ നരേന്ദ്രമോദിയോട് ഈ 2000 രൂപ കിട്ടുന്നതിനുണ്ടായിരുന്നേ. അപ്പം ഞാൻ അപേക്ഷ കൊണ്ട് കൊടുത്തിട്ടേ എനിക്കത് കിട്ടിയില്ല. എന്നാന്ന് പറഞ്ഞോ, എൻ്റെ ഈ 2.5 സെൻറ്റിന് ആധാരമില്ല. അതെല്ലാവരും കൂടി പിരിവെടുത്ത് മേടിച്ചെന്ന 2.5 സെൻറ്റ്. അന്ന് ആധാരം ചെയ്യാൻ കാശില്ലാക്കി. അപ്പോൾ ആധാരം ചെയ്യില്ല. അപ്പോൾ ആധാരം ചെയ്യാത്തതുകൊണ്ട് കൃഷിഭവനും കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ പേരിൽ അയച്ചില്ലത്. അങ്ങനെയാണ് ഗതികെട്ടാണ് ഞാൻ പിന്നെ എൻ്റെ പെൺമക്കളാണ് അത് കെട്ടിച്ചും വിട്ടു. ഇലക്ഷൻ യാത്ര ഇനി ബത്തേരി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. വയനാട് ഭൂസമരങ്ങളുടെ നാടുകൂടിയാണ്. അർഹമായ ഭൂമി ആദിവാസി വിഭാഗങ്ങൾക്ക് ഇനിയും ലഭ്യമായിട്ടില്ല എന്നുള്ള പരാതിയാണ് ഇവിടെ ഉയരുന്നത്. ഇലക്ഷൻ കാലത്ത് ഈ രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോൾ എന്താ പറയാനുള്ളത്? രാഷ്ട്രീയക്കാരൻ വരാതെ സമയത്ത് പറയാനുള്ളത് നമുക്ക് ഇത് വേണം, ഭൂമിയാണ് മുഖ്യം നമുക്ക് പറയാനുള്ളത്. നമുക്ക് അർഹമായിട്ടുള്ള ഭൂമിയാണ്. അർഹതപ്പെട്ടത് ഭൂമിയാണ് നമുക്ക് വേണം. നമുക്കൊരു ബൂർത്തുകൊണ്ട് ഭൂമി ഇല്ലാത്തത് കൊണ്ടല്ല വന്ന് സമരം ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ ഇവിടെ ഈ ആനക്കെട്ടിൽ വന്നിട്ട് സമരം ചെയ്യില്ലല്ലോ. ഇവിടെ വോട്ടുണ്ടോ നിങ്ങൾക്ക്? ഇലക്ഷൻ ഇല്ല. ചേട്ടായിക്കുണ്ടോ? ഉണ്ട് അല്ലേ? എവിടെ വോട്ട് ചേട്ടായിക്ക്? അവിടെ വോട്ട് പക്കത്തോട്ടുണ്ടല്ലേ? ആ, അത് ശരി. ഈറളത്തിന്റെ ഈ ഭാഗത്ത് 30ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഷെഡ് കെട്ടി സമരം നടത്തുന്നത്. ഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇതുവരെ സർക്കാർ അർഹമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഭൂമി ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഇനി തീരുമാനമായിട്ടില്ല. എന്തായാലും ഈറളത്തു നിന്നും യാത്ര തുടരുകയാണ്. ബത്തേരിയിലെ കുറിച്യാട് റേഞ്ചിന് കീഴിലുള്ള വനമേഖലയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതൊരു പ്ലാന്റേഷനാണ്. ഇതിനകത്ത് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കുടുംബങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ഇവിടുന്ന് അപ്പുറത്തൊരു 4 കിലോമീറ്റർ അപ്പുറം ഒരു കൊടുമ്പനത്തിലുള്ളൊരു കൊമ്മഞ്ചേരി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു ചെട്ടി സമുദായത്തിന് ബ്രിട്ടീഷുകാർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പോയി അവിടെ കൂടിയതാണ്. അപ്പോൾ ഒരു 10-20 വർഷങ്ങളായി അവിടെ കൃഷിയില്ല. അപ്പോൾ അവർ ഇട്ട് പോന്നു. ഈ 6 കുടുംബങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു. ഇതിപ്പോൾ നിലവിൽ ഭൂമിയില്ല, കിടപ്പാടൊന്നുമില്ല. ഇത് വനത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഭൂമിയില്ല, പ്ലാന്റേഷനാണ്. ഇവരെ കെട്ടിണ്ടാക്കിയത്. അവിടുത്തെ കുടിഞ്ഞ് പൊളിച്ചു കൊടുത്ത് ഇവിടെ കെട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഭരണം കൂടെ മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ അവഗണന. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഒരു അവകാശങ്ങളുമില്ല. ഇവരിങ്ങനെ ജീവിക്കുന്നു. മനുഷ്യരാണെന്ന് പറയുന്നു. ഒരു 80 വയസ്സായ ഒരു സ്ത്രീ ഉണ്ട്, അതിന് പെൻഷനുമില്ല. 2 കുടുംബത്തിൽ റേഷൻ കാർഡും ഇല്ല. പെൻഷനൊക്കെ ഉണ്ടോ മുത്തി? ഇല്ല. പെൻഷനില്ല? ഇല്ല, പെൻഷനില്ല. മുത്തിക്ക് പെൻഷനില്ല. സർക്കാരിനോട് അപേക്ഷ കൊടുത്തോ? കൊടുത്ത എത്ര കൊണ്ടുപോയി, എന്നിട്ട് ഒരു 10 പൈസ കൊടുത്തില്ല. ഒരു പൈസയും കിട്ടിയില്ല? അരിയില്ല. അരിയില്ല. അപ്പൊ എങ്ങനെ മുത്തി ഇവിടെ കഴിയണേ? പിന്നെ ഗോപി ഇത്തിരി കഞ്ഞി കൊടുക്കും, അത് കുടിക്കുന്നത് കിടക്കും. ആശുപത്രി പോകണ്ടേ മുത്തിക്ക്? നമുക്ക് ആശുപത്രി പോയാലോ? പോകുന്നില്ല. ആദ്യമൊക്കെ പോയിട്ട് മടക്കി വിട്ടതാ. മടക്കി വിട്ടതാ? വേണ്ട, കൊണ്ടുപോയിക്കോളെന്ന്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കും അപ്പുറത്തുള്ള ഒരു വലിയ ജനസമൂഹമുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. വനത്തിനുള്ളിൽ പെട്ടിട്ട് എത്ര കാലമായി ഇവിടെ ഈ ഭാഗത്ത്? ഇവിടെ വന്നിട്ട് 3 കൊല്ലമായി. എന്നിട്ട് വീടില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവിടുന്ന് പോവാണ്.
എങ്ങടെ പോണേ? ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ മഴയിലൊക്കെ വരുന്നത്. പിന്നെ മഴ വന്ന് ഇതൊക്കെ കാറ്റൊക്കെ വന്നിട്ട് ചെട്ടൊക്കെ പോകും. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ ഇവിടെ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. വയനാട്ടിലെ നീറുന്ന കാഴ്ചകൾ ഈ വിധമാണ്. ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഉദാസീനത തുടരുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ഈ കാഴ്ച. NDA ഓഫീസിനോട് ചേർന്നാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഓഫീസ്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇങ്ങോട്ടേക്ക് കയറാം. 7 നിയമസഭാ മണ്ഡലം, അതിൽ 4 ഞങ്ങളതിലാണ്. നിലമ്പൂർ, തിരുവമ്പാടി, മാനന്തവാടി, കൽപ്പറ്റ. അതുമാതിരി തന്നെ ഭൂരിപക്ഷം പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു 51 തോന്നുന്നു. അതിൽ ഏകദേശം 30-ലധികം പഞ്ചായത്ത് LDFൻ്റെ കയ്യിലാണ്. 4 മുനിസിപ്പാലിറ്റികളുണ്ട്. 4 മുനിസിപ്പാലിറ്റിയിലും 3 മുനിസിപ്പാലിറ്റിയും LDFൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങൾ അന്തസ്സായി കളിക്കും. ജയം തോൽവിയും കളിച്ച് കഴിഞ്ഞിട്ടല്ലേ എന്നിട്ട് പറയാം. ഞങ്ങൾ അടിവക്കുന്ന ഒരു പാർട്ടിക്കാരാണ്. അത് ഞങ്ങളുടെ വോട്ട് എന്ത് പഞ്ചായത്ത് വാക്ക് പറഞ്ഞാലും ഇപ്പോൾ ഒരു വർഷത്തിൽ 72,000 ഉറുപ്പ്യ അക്കൗണ്ടിലേക്ക് വരുന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ഇതായിട്ട് ഞങ്ങൾ നടക്കുന്നില്ല. ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഇതിൽ പട്ടിണി കിടന്നാലും വേണ്ടില്ല. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള എല്ലാ ഇതും ചെയ്യും. തൊട്ട് അപ്പുറത്ത് ചേർന്ന് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഓഫീസ്. നമുക്ക് അവിടേക്കും കൂടി പോകാം. ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നിങ്ങൾ പറയോ? ഞങ്ങൾ പറയാണ്ടിരിക്കാൻ കഴിയില്ല. അവർ അത്ര തോന്നിവാസമാണ് കാണിക്കുന്നത്. എന്തായാലും പറയില്ല. CPIയുടെ CPMന്റെ ആൾക്കാർ പോലും കൂടി ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ പറയുന്നത് ഞങ്ങൾ രാഹുൽജിക്ക് വോട്ട് ചെയ്യുള്ളൂ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ്, ഞങ്ങളെല്ലാം സന്തോഷത്തോടു കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സജീവമാണ്. ഇവിടെ നിന്നും ഇനി പോകുന്നത് മുത്തങ്ങ ഭാഗത്തേക്കാണ്. അപ്പോൾ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എന്നുള്ള നിലക്ക് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അതായത് വയനാട്ടിലുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പരിസ്ഥിതി വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാക്ഷേപം. ബിഷപ്പുമാരുടെ വീടുകളും അതുപോലെ തന്നെ പിന്നെ ചില രാഷ്ട്രീയക്കാരുടെ വീടുകൾ, അതിൻ്റെ പുറമെ വരും വ്യാപാരി വ്യവസായികൾ, പിന്നെ അതുപോലെ തന്നെ ടൂറിസം സെക്ടറിലെ ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് ഇവർ പിന്നെ സമർപ്പിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇവിടുത്തെ കൃഷിക്കാരെ അവർ കണ്ടിട്ടില്ല. കൃഷിക്കാരെയോ അല്ലെങ്കിൽ കൃഷി കൊണ്ട് ആത്മഹത്യ ചെയ്ത് ആൾക്കാരുണ്ട് വയനാട്ടിൽ. സമീപകാലത്ത് തന്നെ 5 ആൾക്കാർ കൃഷി കൊണ്ട് ആത്മഹത്യ ചെയ്ത്. ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെയാണല്ലോ പറയല്. ഇതിൽ ഒരു കൃഷിക്കാരന്റെ വീട് പോയി സന്ദർശിച്ച് കൃഷിക്കാരന്റെ പ്രശ്നം എന്താന്നുള്ളവർ മനസ്സിലാക്കണ്ടേ? അവർ മനസ്സിലാക്കിയിട്ടില്ല. രാത്രിയാത്രാ നിരോധനം നിലവിലുള്ള ബത്തേരി ബാംഗ്ലൂർ ദേശീയപാതയാണിത്. ഈ വഴിയിലൂടെ അല്പദൂരം പോകാം. നമ്മൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും കുറച്ച് വന്യമൃഗങ്ങളെ കണ്ടു. ആനകളാണ് തൊട്ടപ്പുറത്ത്. ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് ആനകളുണ്ട്. ആനകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു നിറമുള്ള വസ്ത്രമാണ് ഞാൻ അണിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. നമ്മുടെ ക്യാമറാമാൻ ആ വിഷ്വൽസ് കാണിച്ചു തരും. ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ കുടിൽ കെട്ടി സമരം ചെയ്തത് ഈ വനത്തിനകത്താണ്. അതിനു നേരെ പോലീസ് നടപടിയുണ്ടായി. ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു. ആ സമരത്തിന്റെ സ്മാരക ശിലയാണ് ഈ കാണുന്നത്. വയനാട് ജില്ലയിൽ കേരളം അവസാനിക്കുന്ന ഒരിടം ഇതാണ്. ഇതിനപ്പുറം കർണാടകമാണ്. ബന്ദിപ്പൂർ നാഗർഹോളെ നാഷണൽ പാർക്കിന്റെ ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട്. ഇവിടെ നിന്നും തിരിച്ച് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ മടങ്ങാം. ഇവിടെ വനം കത്തി അമരാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ.
ആരൊക്കെ മത്സരിക്കുന്നതെന്നുള്ളത് ബോധ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കുന്നുണ്ട്. വയനാട്ടിൽ വന്നിരുന്നു, അതൊക്കെ കണ്ടിരുന്നു. അതല്ലേ, എന്ത് തോന്നുന്നു? നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ പക്ഷത്ത് ആര് നിൽക്കുന്നുവോ, നമുക്കായിട്ട് ആര് ചെയ്യുന്നുവോ അവർക്ക് നമ്മൾ ഉണ്ട്. നമ്മുടെ ആദിവാസി മുഴുവൻ നമ്മളുണ്ടാവും. ഒരു താമസിക്കുന്ന വീട് ഇതാണ്. ഇവർക്ക് അപ്പുറത്തൊരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും താമസിക്കുന്നത്, ഒരു കുടുംബം താമസിക്കുന്നത് ഈ കൂരയിലാണ്. രാഹുൽ ഗാന്ധി ഒന്നുകൂട്ടൊന്ന് ഉഷാറായിണ്ടോ കോൺഗ്രസ്സുകാരൊക്കെ? ഇവിടെ മൊത്തം ഉറപ്പല്ലേ? ഇല്ല, ഉഷാറായിട്ടില്ല. എന്താ? ഞങ്ങൾക്ക് ആര് വന്നാലും ഒരുപോലെയാണ്. കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്യാത്തതാണ് UDF. ഇവിടെ 10 വർഷം ഉണ്ടായിട്ട് അവർ ഭരിക്കുമ്പോൾ അവിടെ കാടടച്ചത്, പിന്നെ അതുമാതിരി രാത്രികാല നിരോധനം എല്ലാം അവർ ഭരിക്കുമ്പോഴായിരുന്നു. എന്നിട്ട് ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വന്നിട്ട് എന്ത് ചെയ്യാൻ അവിടെ? ഈ രാത്രികാല ഗതാഗതം ഇപ്പോൾ നിരോധിച്ചതിന് ശേഷം ഇവിടെ ഒരു വികസനങ്ങളോ കാര്യങ്ങളോ വയനാടിനെ കുറിച്ച് സുൽത്താൻ ബത്തേരിക്കില്ല. ഇപ്പോൾ ഈ ഒരു രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ വയനാട് ബത്തേരിയിൽ നിന്ന് ഈ ബോർഡർ പൊൻകുടിയിലേക്ക് പോകാൻ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതായത് പിന്നെ സർവീസ് ഇല്ല. പിന്നെ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാറിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അവിടെ നിന്ന് ഈ നാട്ടുകാരെ തന്നെ അങ്ങോട്ട് വിടാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് വണ്ടി നമ്പർ കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് അവർ പൊൻകുടിയിലേക്ക്, ഇവിടുന്ന് 4 കിലോമീറ്റർ വേണം പൊൻകുടിയിലേക്ക് പോകാൻ. അപ്പോൾ അതുപോലും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വിടുന്നില്ല, നാട്ടുകാരെ പോലും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ വികസനത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വർഷം ഭരിച്ചിട്ട് ഇവിടെ ഒരു വികസനം ഇല്ലാന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ 10 വർഷം മാറി മാറി ഭരിച്ചിങ്ങനെ പോവല്ലാണ്ട് ഇവിടെ നാട്ടിലേക്ക് ഒരു വികസനങ്ങളോ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ അതുപോരാ, ശരിക്കും ജനങ്ങളിൽ ഇറങ്ങി അവർ കാര്യങ്ങൾ അന്വേഷിച്ച് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. ഇവിടെ NDAയുടെ ഒരു പ്രചരണം നടക്കുകയാണ്. റോഡ് ഷോ ആണ്. തുഷാർ വെള്ളാപ്പള്ളി തുറന്ന ജീപ്പിൽ ഇവിടുത്തെ പ്രദേശവാസികളെ മുഴുവൻ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ നിറയുമോ രാഹുൽ ഗാന്ധി? PP സുനീറും തുഷാർ വെള്ളാപ്പള്ളിയും ഒരുക്കുന്ന പ്രതിരോധം എത്രമാത്രം വിജയം കാണും? വയനാട്ടിൽ അംഗം മുറുകുകയാണ്. ആര് നേടുമെന്ന് കണ്ടറിയാം.